കർണാടകയിൽ ഡി.കെ. ശിവകുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജി. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. മലയാളികളായ കെ.ജെ. ജോർജും യു.ടി. ഖാദറും അടക്കമുള്ള മന്ത്രിമാർ കർണാടകയിൽ ഇന്ന് അധികാരമേൽക്കും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര മന്ത്രിസഭയിലുണ്ടാകും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതേസമയം പാർട്ടിക്ക് വഴങ്ങി മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കി. അതേസമയം ഇന്ന് ലോക്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കൾക്ക് പുറമെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഏതായാലും കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവായ ജി. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. അതോടൊപ്പം തന്നെ മലയാളികളായ കെ.ജെ. ജോർജും യു.ടി. ഖാദറും അടക്കമുള്ള മന്ത്രിമാരായിരിക്കും കർണാടകയിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. എത്ര മന്ത്രിമാരുണ്ടാകും എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. സിദ്ധരാമയ്യയുടെ മകനായ യതീന്ദ്രയും മന്ത്രിസഭയിലുണ്ട്. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വഴങ്ങി മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കിയിട്ടുണ്ട്. ഇന്ന് ലോക്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കൾക്ക് പുറമെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്.